ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിത്യേച്ചി കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിത്യേച്ചിക്ക് ആദ്യം പിരിയാനൊന്നും പറ്റില്ല. നിത്യേച്ചി വേറെ എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജ്യോതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുമോ? നിത്യ ഒന്ന് കണ്ണു തുറന്നതിന് ശേഷം പോലീസിൽ അറിയിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ ഒക്കെ തീരുമാനം. അതൊന്നും പറ്റില്ല അങ്കിൾ. പോലീസിനെ ഞാൻ വിളിക്കാം. അല്ല, എവിടെ വെച്ച് ഈ ആക്സിഡന്റ് നടന്നത്? അത് ഗിരിനഗറിൽ വെച്ചാ. ഗിരിനഗറോ? അതിവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ? അവിടെ എന്തിനാ നിത്യച്ചു പോയത്? മോനെ മനു, നീ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. ചെല്ല. സുജാതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവള് കണ്ണു തുറക്കുകയോ തുറക്കാതിരിക്കുകയോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. നിങ്ങള് ഒന്ന് സമാധാനപ്പെട്. നിങ്ങളുടെ അതേ അവസ്ഥയിലല്ലേ ഇവരും നിൽക്കുന്നത്. താനാരാ ഇതൊക്കെ പറയാൻ? എന്തായാലും കുഞ്ഞിന്റെ അടുത്ത് ഞങ്ങൾക്കുള്ളതിന്റെ അത്ര വേവലാതി നിങ്ങൾക്കുണ്ടാവില്ലല്ലോ. പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ട്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കയറി കണ്ടോളൂ. ശരി ഡോക്ടർ. സുജാത, നമുക്ക് നോക്കാം. താൻ ചെല്ല്. രഘു, അവിടെ നിൽക്ക്. ഞാനൊന്ന് കയറി കാണട്ടെ. നിങ്ങളൊന്നും കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവം എങ്ങനെയാ? ആദിമോൻ എവിടെ? ആദ്യം എവിടെ അമ്മേ? ആഹാ, കൂടെ കൊണ്ടുപോയ കുഞ്ഞ് എവിടെയാണെന്ന് ബാക്കിയുള്ളവരോടാണോ ചോദിക്കുന്നേ? ആദിമോൻ ഇവിടെ ഇല്ല. എന്താ മോളെ ഉണ്ടായത്? നീ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാ പോയേ? നീ എങ്ങനെ അപകടത്തിൽപ്പെട്ടത്? നീ അപകടത്തിൽപ്പെടുമ്പോ കൊച്ചെവിടെയായിരുന്നു? ഒന്ന് സമാധാനായിട്ട് ഇവളോട് ചോദിച്ച. എനിക്കിത്ര സമാധാനമേ പറ്റൂ. കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴേ കിന്നരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മോളെ, അത് ഞാനും ആദ്യം കൂടി അവിടെ ഒരിടത്ത് നിൽക്കായിരുന്നു. ഞാനവനോട് ചോദ്യം എടുത്ത് പോണ്ട കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ നിർബന്ധിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ മോൻ അവിടെ ഒന്നും കണ്ടില്ല. ഞാൻ ആകെ പേടിച്ചുപോയി. പേടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയില് എന്നെ ഒരു വണ്ടി വന്ന് ഇടിച്ചതാ. ഓ, അപ്പൊ കാര്യം വ്യക്തമായി. കൊണ്ടുപോയി കളഞ്ഞു. എന്താ ദമയന്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. സുജാതെ, എനിക്ക് മനസ്സിന് ഇഷ്ടമുണ്ടായിട്ട് നടന്ന കല്യാണം അല്ല ഇത്. പിന്നെ എന്റെ മോന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, അത്രമാത്രം. ഇവള് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. പക്ഷേ എനിക്കിതിലൊന്നും അത്ര വിശ്വാസം പോരാ.
അമ്മേ അമ്മേ ആദി എവിടെ അമ്മേ? അമ്മേ അമ്മേ ആദി. അമ്മേ, നിത്യേച്ചി എന്താ പറഞ്ഞേ? അവള് കൈ മലർത്തി. കൊച്ചിനെ കാണാണ്ടായി പോലും. ദേ നോക്ക്, ഒരു കാര്യം ഞാൻ പറയാം. ഈ കൊച്ചിനെ കാണാണ്ടായതും നമ്മളെ അറിയിക്കാണ്ടിരുന്നതും ഒക്കെ എല്ലാരും ചേർന്നിട്ടുള്ള ഒത്തുകളിയാ. നിർബന്ധമായിട്ട് ജ്യോതിയുടെ അടുത്ത് പോണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എവിടെയെങ്കിലും പോയി കളഞ്ഞതായിരിക്കോ? അമ്മ, ഞാൻ അവനെയും കൂട്ടി പുറത്തെങ്ങും പോണ്ടായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? നീ എന്താ മോളെ ചോദിക്കുന്നത്? അമ്മ നിന്നെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്റെ ഭഗവാനെ, എന്റെ മോനെ ഒന്ന് കാണിച്ചു തരണേ. ഞാൻ എന്തിനാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനാണോ? അതെ അതെ. ഹരിയേട്ടാ, SP വിളിച്ച് ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇപ്പൊ വിവരം എത്തിക്കോളും. സംഭവം നടന്ന സ്ഥലത്തെ CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ ഞാനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മനു നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുവിന്റെ മകന്. പക്ഷെ അല്പം പക്വതയോടുകൂടി മനു ഇക്കാര്യം കൈകാര്യം ചെയ്യണം. ഞാനിവിടുത്തെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് പറയുക. എനിക്ക് മനസ്സിലായി ഹരിയേട്ടാ, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം. ജ്യോതിയുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. മനു, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഒന്ന് അങ്ങോട്ട് വരൂ. എടോ, ഇതിനിടയിൽ രഹസ്യമൊന്നും വേണ്ട, താൻ പറ. നിത്യേച്ചി കള്ളം പറയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിത്യേച്ചിക്ക് ആദ്യം പിരിയാനൊന്നും പറ്റില്ല. നിത്യേച്ചി വേറെ എവിടെയോ അവനെ കൊണ്ടുപോയി നിർത്തിയിരിക്കുക. ജ്യോതി, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിത്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് പറ്റുമോ? ഇതിപ്പോ നിത്യേച്ചിയെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ സംസാരിക്കേണ്ടത്? കഷ്ടമാണ് മോളെ. 2-3 ദിവസമല്ലേ ആയുള്ളൂ നീ മനുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട്. അതുവരെ നീ നിഴല് പോലെ നിത്യയുടെ പുറകെ അല്ലായിരുന്നോ? അതുപോലെ നിത്യ നിന്നെ കെയർ ചെയ്യുന്നതും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നതും ഒക്കെ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടൊരു ആപത്ത് വരുമ്പോ എങ്ങനെയാ കുട്ടി നിനക്ക് തള്ളി പറയാൻ പറ്റുന്നേ? ഹരിയേട്ടന് നിത്യേച്ചി ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ജ്യോതി, ഇവിടെ ഇപ്പൊ ആരെങ്കിലും ന്യായീകരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ മോനെ വേണം. അവൻ എവിടെയാണെന്ന് അറിയണം. അതല്ലേ വേണ്ടത്?